നമസ്കാരം. പശ്ചിമേഷ്യ കടന്നു പോകുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ ഈ ആഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനു നേരെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാൻ ഇനി എന്തു ചെയ്യും എന്നതിനേക്കാൾ പശ്ചിമേഷ്യ ഇനി എന്തായി തീരും എന്നതാണ് ഏവരെയും അലട്ടുന്ന ചോദ്യം. അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യമിടുന്ന ഭരണകൂട മാറ്റം അത്ര എളുപ്പമല്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇറാൻ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി വിദഗ്ധ സമിതി തിരഞ്ഞെടുത്തു. ഇതുവരെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് പുരോഹിതനായ അലി റേസ അറാഫി എന്നിവരടങ്ങുന്ന 3 അംഗ താൽക്കാലിക നേതൃസമിതി ഔദ്യോഗിക ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു വരികയായിരുന്നു. പുതിയ ഭരണ സംവിധാനത്തിൽ ഏറ്റവും നിർണായകമാവുക ഇറാന്റെ സുരക്ഷാ ചട്ടക്കൂടാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ വെറും ഒരു സൈനിക വിഭാഗമല്ല. ഇത് അർട്ടേഷ് എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഔദ്യോഗിക സൈന്യത്തിന് തികച്ചും വ്യത്യസ്തമാണ്. ഇറാന്റെ പരമാധികാരവും അതിർത്തികളെ സംരക്ഷിക്കുന്നതിനും പരമ്പരാഗതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അർട്ടേഷ് ഉത്തരവാദികളാകുമ്പോൾ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം IRGC രൂപവൽക്കരിക്കപ്പെടുന്നത്. ഇറാനിൽ ഒരു യഥാർത്ഥ ഭരണകൂട മാറ്റമുണ്ടാകാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ്. നിലവിൽ താൽക്കാലിക ഭരണ സംവിധാനം തീവ്രപക്ഷക്കാരും മറ്റ് യാഥാസ്ഥിക പുരോഹിതന്മാരും തമ്മിലുള്ള ഒരു സംഘർഷ ഭൂമിയായി മാറിയാൽ ഭരണകൂടം നിശ്ചലമാവുകയോ തകരുകയോ ചെയ്യാം. സൈനിക ഉത്തരവുകൾ അനുസരിക്കാൻ, അതായത് ഈ സൈനികർ ഉത്തരവുകൾ അനുസരിക്കാൻ വിസമ്മതിക്കുമ്പോഴാണ് ഒരു ഭരണകൂടം പെട്ടെന്ന് തകർന്നടിയുന്നത്. പ്രതിഷേധക്കാർക്കു നേരെ വെടിവെക്കില്ല എന്ന് സൈന്യം സൂചന നൽകിയാൽ എല്ലാം മാറിമറിയും. ഇറാനകത്ത് വ്യക്തമായ പദ്ധതിയുള്ള ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷം ആവശ്യമാണ്. ഇറാന്റെ പ്രതിപക്ഷം സജീവമാണ് എങ്കിലും ഇപ്പോഴും വിഘടിച്ചു നിൽക്കുകയാണ്. ഇത് അടുത്ത ഘട്ടം എങ്ങനെ എന്ന കാര്യത്തിൽ അവ്യക്തത ഉണ്ടാക്കുകയാണ്. പ്രതിഷേധങ്ങൾ പ്രധാനമാണ്, എന്നാൽ മന്ത്രാലയങ്ങൾ, പ്രാദേശിക ഓഫീസുകൾ, ദേശീയ മാധ്യമങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ആരുടെ കൈവശം എന്നതും അതിനിർണായകമാണ്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഒരു വലിയ ആവേശമുണ്ട് എങ്കിലും എല്ലാവരെയും നയിക്കാൻ ഒരൊറ്റ നേതൃത്വമില്ല. പഴയ ഷാ ഭരണകൂടത്തിന്റെ അനന്തരാവകാശിയായ റേസ് പഹ്ലവിയെ അനുകൂലിക്കുന്ന രാജഭരണവാദികൾ, റിപ്പബ്ലിക്കൻ ഇടതുപക്ഷ സഖ്യങ്ങൾ, പരിഷ്കരണവാദികളായ പുരോഹിതന്മാർ, സ്വന്തം ആവശ്യങ്ങളുമായി നിൽക്കുന്ന വിവിധ ഗോത്രവർഗ പ്രസ്ഥാനങ്ങൾ എന്നിവരെയെല്ലാം ഇതിലുണ്ട്. ഇവർക്കിടയിലുള്ള പരസ്പര അവിശ്വാസത്തെക്കുറിച്ചും ചെറിയൊരു ആശങ്കയുണ്ട്. ഒരു ഭരണകൂടം തകരുമ്പോൾ സുരക്ഷാ, അടിസ്ഥാന സേവനങ്ങൾ, അതിർത്തി സംരക്ഷണം, പ്രതികാര നടപടികൾ തടയൽ എന്നിവ ഉറപ്പാക്കാൻ വ്യക്തമായ ഒരു ഇടക്കാല പദ്ധതി ആവശ്യമാണ്. ഇത്തരം ഒരു പദ്ധതിയുടെ അഭാവത്തിൽ ജനാധിപത്യമല്ല, മറിച്ച് ഒരു രാജ്യം അരാജകത്വത്തിലേക്ക് വീണു പോകുമെന്നാണ് പലരും ഭയപ്പെടുന്നത്. വിവിധ പ്രവശ്യകൾ സായുധ സംഘങ്ങളുടെ, കള്ളക്കടത്ത് മാഫിയകളുടെയും വിദേശ ശക്തികളുടെയും നിയന്ത്രണത്തിലായേക്കാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വരിക സാധാരണക്കാരായ ഇറാനികളാകും. എന്തായാലും പുറത്തു നിന്നുള്ള സൈനിക സമ്മർദ്ദം രാജ്യത്തെ ദുർബലപ്പെടുത്തിയേക്കാം, എന്നാൽ അത് ജനങ്ങൾക്കിടയിലെ ദേശീയ വികാരം വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ എതിർക്കുന്ന ചില ഇറാനികൾ പോലും വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യം തകർക്കുന്നതിനോട് യോജിച്ചു വരുന്നില്ല. ടെഹ്റാനിലെ കേന്ദ്രീകൃത ഭരണം ഇല്ലാതായാൽ മേഖല ശക്തമാകില്ല, പകരം ആ ഒഴിവ് നികത്താനുള്ള ഒരു മത്സരവേദിയായി പശ്ചിമേഷ്യ മാറും. ഇറാന്റെ കേന്ദ്രീകൃത അധികാരം തകർന്നാൽ അതിന്റെ ആദ്യ പ്രതിഫലനം ഉണ്ടാവുക ലെബൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലാണ്. ഇറാന്റെ സാമ്പത്തിക സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള, ഹൂതികൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ഇതോടെ അങ്ങ് അനാഥമാക്കപ്പെടുകയും ചെയ്യും. ഇത് ഇസ്രായേലിന് താൽക്കാലികമായ സൈനിക നേട്ടം നൽകുമെങ്കിലും മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കില്ല. പകരം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒട്ടേറെ ചെറിയ സായുധ സംഘങ്ങളുടെ വളർച്ചയ്ക്കും ഇത് സാക്ഷ്യം വഹിക്കും. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ദുർബലമാകുന്നതോടെ ഇസ്രായേലിന് തന്ത്രപരമായ പല നേട്ടങ്ങളും ഉണ്ടാവും. പക്ഷേ എതിരാളികളില്ലാത്ത ഒരു ഏകപക്ഷീയ ശക്തിയായി ഇസ്രായേൽ മാറുമെന്ന് കരുതാനാവില്ല. യഥാർത്ഥത്തിൽ ഇറാന്റെ ഭീഷണി ഉണ്ടായിരുന്നപ്പോൾ ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി പുലർത്തിയിരുന്ന രഹസ്യധാരണകൾ ഈ മാറ്റത്തോടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഇറാൻ വല്ലാതെ ദുർബലമായാൽ ആ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സ്വന്തം നിലയിൽ ശ്രമിക്കുകയും ചെയ്യും. ഗൾഫ് മേഖലയുടെ സ്ഥിരത ഉറപ്പാക്കാൻ പ്രധാന ശക്തിയായി സൗദി അറേബ്യ സ്വയം അവതരിപ്പിക്കും. മേഖലയിലെ വ്യോമ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഊർജ നിലയങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സൗദി മുൻകൈയെടുക്കും. ഒരു രാജ്യം എന്ന നിലയിലുള്ള ഇറാനെ അല്ല സൗദി ഭയപ്പെടുന്നത്. നിയന്ത്രണമില്ലാതെയും മുറിവേറ്റതുമായ അവസ്ഥയിലുള്ള ഇറാൻ
നടത്തുന്ന അപ്രതീക്ഷിതമായ ആക്രമണങ്ങളെയും അത് വിപണിയിൽ ഉണ്ടാക്കുന്ന പരിഭ്രാന്തിയെയുമാണ് ഭയപ്പെടുന്നത്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തകർച്ച എന്നാൽ സമാധാനം എന്ന അല്ല അർത്ഥം. അതൊരു വലിയ മാറ്റത്തിനും മത്സരത്തിനുമാണ് വഴി തുറക്കുന്നത്. ഇറാഖിലും ഗൾഫ് മേഖലയിലും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കിടയിലും ഇത് പ്രാദേശിക യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം.